ശ്രീ ആന്റണി രാജുവുമായുള്ള പ്രത്യേക ചർച്ചയാണ് ഇപ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ നടക്കുന്നത്. ശ്രീ ആന്റണി രാജു, ഇപ്പോൾ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിങ്ങളിൽ ചിലരൊക്കെ ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിൽ വർഗീയതയുമായി സമരസപ്പെട്ടു പോകാൻ സാധിക്കില്ല, ഒപ്പം കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്, ഈ കുടുംബവാഴ്ചയുടെ പ്രശ്നങ്ങളൊക്കെയുണ്ട്. പക്ഷേ ഈ ഇടതുപക്ഷത്ത് LDF ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ശ്രീ ആന്റണി രാജുവിൻ്റെ തൊട്ട് മുമ്പ് ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ ചെയർമാൻ ശ്രീ KM മാണിയുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ശ്രീ KM മാണിയുടെ കാര്യത്തിൽ ഞങ്ങൾ അന്നെടുത്ത നിലപാടിൽ മാറ്റേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളൊക്കെ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടി ചെയർമാനായ ശ്രീ KM മാണി ഞങ്ങളോട് പറയുന്നു അദ്ദേഹം കോഴ വാങ്ങിച്ചിട്ടില്ല എന്ന്. ഞങ്ങൾക്ക് ഒരു പരിചയവും ഇല്ലാത്ത ഒരു ബാറുടമ കോഴ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കേണ്ട ഞങ്ങളുടെ പാർട്ടി ചെയർമാനായ ശ്രീ KM മാണിയാണെന്ന്. മറ്റ് തെളിവുകളൊന്നും ഞങ്ങൾക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ നിയമപരമായി ശ്രീ KM മാണിക്കെതിരെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ നിൽക്കുന്ന കേസിൽ പ്രതിയാക്കാൻ കഴിയില്ല എന്നുള്ള വാദം, അന്നുയർത്തിയ വാദം ഇന്നും ഞങ്ങൾ ഉയർത്തും. അതൊരു സാങ്കേതിക പ്രശ്നം മാത്രമാണല്ലോ ശ്രീ ആന്റണി രാജു. പക്ഷേ ഇടതുപക്ഷം വലിയ ഒരു സമരം നടത്തി മുന്നോട്ട് കൊണ്ടുപോയ കാര്യമാണ്. സംസ്ഥാനം തന്നെ അഴിമതിയുടെ ഒരു ചർച്ച കൊണ്ടുവന്നത് തന്നെ ഇത്തരത്തിലുള്ള ബാർക്കോഴയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ പാർട്ടി ചെയർമാനെ കുറ്റപ്പെടുത്താതെയാണോ ഇപ്പോഴും നിങ്ങൾ പുറത്തേക്ക് വരുന്നത്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുമ്പിൽ വ്യക്തമായ തെളിവില്ലാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായം മാറ്റി പറയേണ്ട യാതൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല. അതായത് ഈ പറഞ്ഞ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ മുൻപ് ഉയർത്തിയ പ്രതിരോധം ഇപ്പോഴും തുടരേണ്ടി വരും എന്നാണോ? ഞങ്ങൾ മുമ്പ് ഉയർത്തിയ പ്രതിരോധം ഒരു പാർട്ടിയുടെ അംഗമെന്നുള്ള നിലയ്ക്ക് പാർട്ടി ചെയർമാനെ നേരിടുന്ന പ്രതിസന്ധി പറഞ്ഞാൽ പാർട്ടി നേരിടുന്ന പ്രതിസന്ധിയാണ്. ഒരു പാർട്ടി അംഗമെന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ കടമയാണ് ഞങ്ങൾ അന്ന് നിർവഹിച്ചത്. അതല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് ബോധ്യമില്ലാത്ത ആളുകളെന്നുള്ള നിലയ്ക്ക് അതിൻ്റെ തെളിവുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വസനീയമായി ഞങ്ങൾക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ നിയമപരമായി നിലനിൽക്കുന്ന ഒരു കേസല്ല എന്നുള്ള വാദം ഞങ്ങൾ അന്ന് ഉയർത്തിയിരിക്കുന്നു. ആ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് ഇന്ന് യാതൊരു മാറ്റം വരുത്തേണ്ട സാഹചര്യവുമില്ല. പക്ഷേ ഇന്നിപ്പോൾ KM മാണിയെ ഒരുപക്ഷെ വീണ്ടും ആക്രമിച്ചുകൊണ്ട് LDF ഒക്കെ മുന്നോട്ട് വരുമ്പോൾ പ്രതിരോധിക്കേണ്ട ഒരു ആവശ്യമില്ല, കാഴ്ചക്കാരായി നിൽക്കുകയോ അതിനോടൊപ്പം ചേരുകയോ ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ശ്രീ KM മാണിക്കെതിരെ വേറെ ഏതെങ്കിലും വിഷയങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസം തോന്നുന്ന വിധത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അത് സത്യസന്ധമാണെങ്കിൽ ഞങ്ങൾ ആ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തും. ഏതായാലും ഇപ്പോൾ ഈ പാർട്ടിയിൽ ഇല്ലാത്ത ആളെന്ന നിലയ്ക്ക് ഇനി ശ്രീ KM മാണിയെ പ്രതിരോധിക്കേണ്ട യാതൊരു ബാധ്യതയും ഞങ്ങൾക്കില്ല. ഈ പറഞ്ഞ രീതിയിൽ ഒരുപക്ഷെ KM മാണിയെ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ പ്രതിരോധിച്ച് മുന്നോട്ട് പോയ ആളുകളിൽ പ്രമുഖനാണ് ശ്രീ ആന്റണി രാജുവും ഒക്കെ തന്നെ. ആ അർത്ഥത്തിൽ ഒരു പ്രതിരോധം ഇനി ഇല്ലാതെ പോകുമ്പോൾ KM മാണി എങ്ങനെയാണ് അതിനെ ഇനി നേരിടുക? അത് ആ പാർട്ടിയെ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് നിങ്ങളും വീക്ഷിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളിപ്പോൾ 2-3 ഉന്നതാധികാര സമിതി ഞങ്ങൾ രാജിവെച്ചു എന്നുള്ളതുകൊണ്ട് ആ പാർട്ടിയെ പ്രതിരോധിക്കാനായിട്ട് അവരുടെ കൂടെ ആളുകളില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. അതിനൊക്കെ സാമർഥ്യമുള്ള ആൾ ശ്രീ ജോസ് കെ മാണിയുണ്ട്, ശ്രീ ജോയി എബ്രഹാം ഉണ്ട്, 2 MP തന്നെ ധാരാളമാണ് അതൊക്കെ പ്രതിരോധിക്കാൻ. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ BJPയുമായിട്ടുള്ള ഒരു ചർച്ച, അമിത്ഷായുമായിട്ടുള്ള ചർച്ച നടന്നു ഫെബ്രുവരി 2-ാം തീയതി എന്ന് പറയുന്നു. അതുപോലെ കുടുംബവാഴ്ചയുടെ കാര്യങ്ങൾ തെളിയിക്കുന്ന രീതിയിൽ ജോസ് കെ മാണിക്ക് എല്ലാ അധികാരങ്ങളും കൊടുക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ വരുന്നു. ഇതൊക്കെ ഒരു തരത്തിൽ KM മാണിയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രതിസന്ധി, ഈ അഴിമതി ആരോപണത്തിൻ്റെ പേരിലൊക്കെ ഉണ്ടായ പ്രതിസന്ധി മൂലം ഒരു പുതിയ വഴി തേടുന്നതിൻ്റെ ഭാഗമായി, എല്ലാം തൻ്റെ ഭാഗം സേഫ് ആക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി കാണേണ്ടതാണോ? അല്ല, തീർച്ചയായിട്ടും ശ്രീ KM മാണിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി വളരെ പ്രതികൂലമായ ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ KM മാണി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക്, മാണി ഗ്രൂപ്പിൽപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ വിശ്വസനീയമായി മത്സരരംഗത്തേക്ക് വരാൻ കഴിയില്ല. വിജയസാധ്യത പോലും വളരെയേറെ തുലാസിൽ നിൽക്കുകയാണ്. മാത്രമല്ല ഈ BJPയുമായുള്ള സന്ധ്യ സംബന്ധിച്ചിടത്തോളം ശ്രീ ജോസ് കെ മാണി മാത്രമല്ല, ശ്രീ KM മാണി പോലും ഒരു ഘട്ടത്തിൽ കോട്ടയത്ത് അമിത്ഷാ വന്നാൽ ഞാൻ കാണും, ഞങ്ങൾ സംസാരിക്കും, ഞങ്ങൾ ചർച്ച ചെയ്യും എന്നൊക്കെ പറഞ്ഞത് ഏത് പാർട്ടിയുടെ തീരുമാനമനുസരിച്ചാണ്?
ഏത് പാർട്ടിയിൽ ആലോചിച്ചിട്ടാണ്? കേരള കോൺഗ്രസ് പാർട്ടി പോലെയുള്ളൊരു മതേതര പാർട്ടി, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന പാർട്ടിക്ക് എങ്ങനെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ സംഘപരിവാറിൻ്റെ പിടിയിലമർന്ന BJPയുടെ നേതാവുമായി സന്ധി ചെയ്യാൻ കഴിയും? ആ സൂചനകൾ നൽകിക്കൊണ്ടുള്ള പ്രസ്താവനകൾ ശ്രീ KM മാണി കഴിഞ്ഞ മാസം നടത്തിയത് കേരളത്തിലെ പൊതുസമൂഹം ആ BJP കേരള കോൺഗ്രസ് ബന്ധത്തിൻ്റെ സൂചനയാണെന്നുള്ള വ്യാപകമായ ചർച്ചയ്ക്ക് ഇടയാക്കിയതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അതിൻ്റെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ പാർട്ടിയിലെ വേദികളിൽ പ്രതിരോധിക്കുകയോ അതിനെ എതിർക്കുകയോ ഒക്കെ ചെയ്യുക ഉണ്ടാകേണ്ടതല്ലേ? അങ്ങനെ ചെയ്യുകയും അതിനെതിരായി മാധ്യമങ്ങളിൽ കൂടെ അന്ന് തന്നെ ശബ്ദം ഉയർത്തുകയും ചെയ്യേണ്ടിയിരുന്നില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അംഗത്വമുള്ള അച്ചടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരായതുകൊണ്ട് പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ, അഭിപ്രായ ഭിന്നതകൾ തെരുവിൽ വന്ന് പറയുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ മാന്യതയ്ക്ക്, രാഷ്ട്രീയ അച്ചടക്കത്തിന് നിരക്കുന്നതല്ല. അതുകൊണ്ട് അതിനുശേഷം ഈ BJPയുമായിട്ടുള്ള സഖ്യ സംഭാഷണ ചർച്ച അഭിപ്രായ പ്രകടനം ശ്രീ KM മാണി നടത്തിയതിന് ശേഷം പാർട്ടിയുടെ ഉന്നതാധികാര സമിതി യോഗം ഇന്ന് വരെ വിളിച്ചു കൂട്ടിയിട്ടില്ല. പാർട്ടിയിൽ ചർച്ച ചെയ്യാനുള്ള അവസരം പോലും ശ്രീ KM മാണി ഉണ്ടാക്കിയില്ല. ഇതിനോട് ഒത്തൊരുമിച്ച് എന്തുകൊണ്ടാണ് ശ്രീ PJ ജോസഫ് പോകുന്നത്? PJ ജോസഫ് സാറിനും ഈ കാര്യത്തെക്കുറിച്ച് നല്ല ഉത്തമ ബോധ്യമുണ്ട്. പാർട്ടിയിൽ നടക്കുന്ന കുടുംബവാഴ്ചയെക്കുറിച്ച്, ജനാധിപത്യ വിരുദ്ധ പരിപാടികളെക്കുറിച്ച്, ഭരണഘടനാ ലംഘന നീക്കങ്ങളെക്കുറിച്ചൊക്കെ തന്നെ സാറിന് നല്ല ബോധ്യമുണ്ട്. PJ ജോസഫ് സാറിനെ പോലും വിശ്വാസത്തിലെടുക്കാതെ പാർട്ടിക്ക് കിട്ടിയ വകുപ്പ് കോൺഗ്രസ് പാർട്ടി കൈമാറിയതിന് PJ ജോസഫ് സാറിനോട് ചെയ്ത ക്രൂരമായ നിന്ദ്യമായ പ്രവർത്തിയിലുള്ള പ്രതിഷേധം കൂടിയാണ് ഞങ്ങളുടെ ഈ രാജിയിലൂടെ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതായത് ശ്രീ PJ ജോസഫിന് ഉണ്ടായ വേദനയ്ക്ക് നിങ്ങൾ ഈ രീതിയിൽ ഇപ്പോൾ പ്രതികരിക്കുമ്പോൾ അത് PJ ജോസഫും കൂടെ അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ അത് പ്രതികരിക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട്, അത് പിന്നീട് നമുക്ക് കാണാം, ഇപ്പോൾ അതിൻ്റെ തുടക്കം എന്നാണോ കാണേണ്ടത്? ഞങ്ങളെടുത്ത ഈ നിലപാടുകളോടൊപ്പം PJ ജോസഫ് സാറിൻ്റെ മനസ്സ്, PJ ജോസഫ് സാറിൻ്റെ അനുഗ്രഹം പൂർണ്ണമായി ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഞങ്ങൾ ഈ കാര്യം PJ ജോസഫ് സാറുമായി നിരവധി വട്ടം സംസാരിച്ചതാണ്. ഞങ്ങളെടുക്കുന്ന ഈ നിലപാടിനെ എതിർക്കാനോ തടയാനോ അദ്ദേഹം ഒരു ഘട്ടത്തിലും ഞങ്ങളോട് മുതിർന്നിട്ടില്ല. ശ്രീ കേരള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ പ്രതികരിച്ചത് താങ്കൾ ശ്രദ്ധിച്ചല്ലോ. KM മാണിയും PJ ജോസഫും ഉള്ള ഒരു പാർട്ടിയിൽ നിന്ന് ആരൊക്കെ പോയാലും ഈ പാർട്ടിക്ക് ഒരു ചുക്കുമില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ വരും നാളുകളിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളിലും നിലപാടുകളിലും തെരഞ്ഞെടുപ്പുകളിലൂടെ ജനങ്ങൾ മനസ്സിലാക്കും. അത് ആ പ്രസ്താവന കേരളത്തിലെ ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുക്കും. സീറ്റല്ല പ്രശ്നം എന്ന് പലതവണ ശ്രീ ആന്റണി രാജുവും KC ജോസഫും ഫ്രാൻസിസ് ജോർജും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു ഘട്ടമാണ്. സീറ്റ് ഒരു പ്രശ്നമായി തന്നെ വരികയും ചെയ്യും. നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു പാർട്ടിയായി തെരഞ്ഞെടുപ്പിനെ നേരിടുക ബുദ്ധിയുള്ള കാര്യമല്ല, അത് കേരളത്തിൽ സംഭവ്യവുമല്ല. നിങ്ങളെപ്പോലൊരു പാർട്ടി ഉണ്ടാകുകയാണെങ്കിൽ അത് ഏത് രീതിയിലാണ് സീറ്റുകളിൽ ഇനിയൊരു ധാരണ ഉണ്ടാകുക? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ മോഹിച്ചാണ് ഞങ്ങളൊരു നിലപാടെടുത്തതെങ്കിൽ ഞങ്ങളിപ്പോഴും ഐക്യജനാധിപത്യ മുന്നിൽ കേരള കോൺഗ്രസ് പാർട്ടിയിൽ പാദസേവ ചെയ്ത് ഉറച്ചു നിന്നാൽ മതിയല്ലോ. കാരണം ഇന്നലെ പോലും ശ്രീ PJ ജോസഫ് സാറ് കോതമംഗലം സീറ്റ് ശ്രീ ഫ്രാൻസിസ് ജോർജിന്, ആന്റണി രാജുവിന് ഉറച്ച സീറ്റ്, ഡോക്ടർ KC ജോസഫിന് കുട്ടനാട് സീറ്റ്, ഞങ്ങൾക്ക് 3 പേർക്കും പരസ്യമായി സീറ്റ് വാഗ്ദാനം ചെയ്യപ്പെട്ട ആളുകളാണ്. സീറ്റ് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ രാഷ്ട്രീയ നിലപാടെടുത്തത്. സീറ്റല്ല ഞങ്ങളുടെ വിഷയം. മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ, അന്തസ്സോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ, ഒരു ജനാധിപത്യ സംവിധാനമുള്ള ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കാൻ, അങ്ങനെ പൊതുസമൂഹത്തിൽ നിലനിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സീറ്റിനേക്കാൾ ഞങ്ങൾക്ക് വലുത് അതാണ്. പക്ഷേ അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതെ വരുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് പൊടുന്നനെ ആ മുന്നണി പോലും വിട്ട് പുറത്തേക്ക് ചാടുന്ന? ആ മുന്നണിക്കകത്ത് തന്നെ വലിയ പ്രശ്നങ്ങളാണോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് പാർട്ടിയാണല്ലോ ആ മുന്നണിയിലുള്ളത്. ആ പാർട്ടിയിൽ നിൽക്കാതെ ഞങ്ങൾക്ക് ആ മുന്നണി നിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ പാർട്ടിയോട് വിട പറയുമ്പോൾ പിന്നെ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ആ മുന്നണിയിൽ നിന്ന് പുറത്തു വരേണ്ടി വരും. അല്ലാതെ ഞങ്ങൾക്ക് എങ്ങനെയാണ് നിൽക്കാൻ കഴിയുക? ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട് ശ്രീ ആന്റണി രാജു. അതായത് UDFിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ LDF, UDF, BJP ഈ 3 പക്ഷത്ത് നിൽക്കുന്ന ആളുകളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് ഇനി പറയേണ്ടി വരും. നിങ്ങൾക്കത് ഇപ്പോൾ പറയാൻ സാധിക്കുന്നതാണോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJPയുമായി ഒരു രാഷ്ട്രീയ സഖ്യത്തിനോ സന്ധിക്കോ ഞങ്ങളുണ്ടാവില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തുടരുന്ന കോൺഗ്രസ് ഗവൺമെൻറ്, ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ആ മുന്നണിയുടെ ഭാഗമാകാനും ഞങ്ങളില്ല. ഞങ്ങൾ രാഷ്ട്രീയ നിലപാടെടുത്ത് പുറത്തു വന്നിരിക്കുന്നു. യോജിക്കാവുന്ന കക്ഷികളുമായി, യോജിക്കാവുന്ന രാഷ്ട്രീയ സഖ്യങ്ങളുമായി യോജിക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ്. അതിന് ഉള്ള സാഹചര്യം ഉണ്ടായാൽ ഞങ്ങൾ അതിന് തയ്യാറാകും. അത് യോജിക്കാൻ പറ്റുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്നത് ഇടതു മുന്നണിയിലാണ്.
ആ മുന്നണിയിൽ നിന്ന് ഒരു കാര്യവുമില്ലാതെ തന്നെ ഇറങ്ങിപ്പോയത് എന്ന് വേണമെങ്കിൽ പലരും പറയുന്നത് പോലെ വേണമെങ്കിൽ കാണാം. ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് ആ മുന്നണിയുമായി വിട്ടു നിൽക്കേണ്ടതോ അല്ലെങ്കിൽ അവരുമായി യോജിക്കാൻ പറ്റാത്തതായോ ഒരു സന്ദർഭമില്ല എന്ന് വായിച്ചെടുക്കട്ടെ. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി യോജിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സവും ഞങ്ങളുടെ മുന്നിലില്ല. ഇടതുമുന്നണി ഈ കാര്യത്തെക്കുറിച്ച് വളരെ മൃദുവായാണ് ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. നിങ്ങൾ ആശയപരമായിട്ടാണ് UDF-ൽ നിന്ന് വിട്ടിട്ടുള്ളതെങ്കിൽ നിങ്ങളെ സ്വീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന അർത്ഥത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ സംസാരിച്ചതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണോ ഇപ്പോൾ? തീർച്ചയായിട്ടും CPM സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രസ്താവനയെ ഞങ്ങൾ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. പക്ഷേ അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ പറഞ്ഞിരിക്കുന്നത് ഈ പുറത്ത് വന്നിരിക്കുന്ന ആളുകളെക്കുറിച്ച് പഠിച്ചിട്ട് വേണം അവരെ എടുക്കേണ്ടത് എന്നാണ്. അതിനെ എങ്ങനെ നിങ്ങൾ കാണും? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം കേരളത്തിൻ്റെ തലമുതിർന്ന രാഷ്ട്രീയ നേതാവാണ്, സമുന്നതനായ ഇടതുപക്ഷ മുന്നണി നേതാവാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും ഞങ്ങൾക്കെതിരാണെന്ന് ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ശ്രീ ആന്റണി രാജു, അങ്ങ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ മാണി എന്ന് പറയുന്ന ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല കാര്യങ്ങളും പാർട്ടിയുടെ ചെയർമാനെ ഇഷ്ടമില്ലെങ്കിൽ കൂടി പ്രതിരോധിക്കേണ്ടതായി വരും. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് പല കാര്യങ്ങളിലും അങ്ങ് പ്രതിരോധിച്ചത്. ആ ഘട്ടത്തിലാണ് അങ്ങ് തന്നെ അങ്ങയുടെ ബുദ്ധിയിൽ വിഭാവന ചെയ്തെടുത്ത ഒരു ഗൂഢാലോചന സിദ്ധാന്തം എന്ന് വേണമെങ്കിൽ പറയാവുന്ന കാര്യങ്ങൾ അങ്ങേപ്പോലുള്ളവരുടെ ബുദ്ധിയിൽ ഉണ്ടായ കാര്യങ്ങളാണ്. അതിൽ ഇപ്പോൾ എന്ത് മറുപടിയാണ് ജനങ്ങളോട് പറയുക? അല്ല, അത് അന്വേഷിക്കുന്നതിനൊരു ആ ഗൂഢാലോചന അന്വേഷിക്കുന്നതിനെ പാർട്ടി നിയോഗിച്ച ഒരു കമ്മിറ്റിയിലെ അംഗമാണ് ഞാൻ. ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങളുടെ നിഗമനങ്ങൾ എത്തിച്ചേർന്ന നിഗമനങ്ങൾ റിപ്പോർട്ടായി പാർട്ടി ചെയർമാന് കൊടുത്തിട്ടുണ്ട്. അത് പുറത്തുവിടണോ വേണ്ടയോ എന്നുള്ളത് പാർട്ടി ചെയർമാനാണ് തീരുമാനിക്കേണ്ടത്. അത് അദ്ദേഹത്തിന് കിട്ടിയതായി അദ്ദേഹം പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ രാഷ്ട്രീയമായ ഇത്തരം ചേരിതിരിവുകൾ പുതുതായി ഉണ്ടായിരിക്കുന്ന സ്ഥിതിക്ക് ആ കാര്യങ്ങളും വേണ്ടി വന്നാൽ ഭാവിയിൽ പുറത്തേക്ക് വരും. താങ്കളുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് തന്നെ വേണമെങ്കിൽ അത് പുറത്തേക്ക് വരും എന്നും കൂടി മനസ്സിലാക്കട്ടെ. ഒരിക്കലുമില്ല. ഞങ്ങളൊരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് ചെയ്യുന്ന വിശ്വാസപൂർവ്വം ഏൽപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വിശ്വാസവഞ്ചന നടത്താൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറാകില്ല. ആ പാർട്ടിയോട് വിട പറയുമ്പോൾ ആ അധ്യായം അവിടെ അവസാനിക്കുകയാണ്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നിങ്ങൾ കാണുന്നത് എന്താണ്? വർഗീയതയുടെ പ്രശ്നമാണോ അതോ അഴിമതിക്കെതിരെ ഉള്ള പ്രശ്നങ്ങളാണോ? എന്താണ് നിങ്ങൾ ഏറ്റവും വലിയ പ്രശ്നമായി കാണുന്നത്? ഏറ്റവും വലിയ പ്രശ്നം വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം തന്നെയാണ്, ചെറുത്തുനിൽപ്പിനെയാണ്. അതോടൊപ്പം തന്നെ അഴിമതിയുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളുണ്ട്, കേരള സമൂഹ വിലക്കയറ്റത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, റബ്ബർ വിലയിടിൻ്റെ പ്രശ്നങ്ങളുണ്ട്. നിരവധിയായ പ്രശ്നങ്ങളാണ് ഇന്ന് കേരള സമൂഹം അഭിമുഖീകരിക്കുന്നത്. അതിനെയൊക്കെ ഇതൊക്കെ ഞങ്ങൾ പ്രശ്നങ്ങളായി തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കേണ്ടി വരും. ഈ ഇടതുമുന്നണിയെക്കുറിച്ച് വന്ന ചില സർവേകൾ ഇപ്പോൾ പറയുന്നത് അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ ഒരു സേഫായ ഒരു പൊസിഷനിലേക്ക് LDF എത്തുന്നതിൻ്റെ സൂചനകളാണ് ഈ സർവേയൊക്കെ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ വരിക കൂടി ചെയ്യുകയാണെങ്കിൽ, ഈ ഇടതുമുന്നണിയോടൊപ്പം ചേരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് ഏത് തരത്തിലാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഗുണം ഉണ്ടാകുക? ഏത് ഭാഗത്താണ് അത് കൂടുതൽ പ്രതിഫലിക്കുക? അല്ല, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വിലയിരുത്തേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാനോ ഞങ്ങൾ വലിയ വാഗ്വാദങ്ങൾക്കോ അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും വലിയ ഇതിനൊന്നും ഞങ്ങൾ മുതിരുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു രാഷ്ട്രീയ നിലപാടെടുത്തു. ഞങ്ങൾക്ക് ഒരു താല്പര്യത്തിൻ്റെയും പേരിലല്ല, ഒരു ജനാധിപത്യ സംവിധാനം പാർട്ടിയിൽ തകർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മക്കൾ രാഷ്ട്രീയവും കുടുംബവാഴ്ചയും ഈ പാർട്ടിയിൽ വേരൂന്നുന്ന ഒരു സാഹചര്യത്തിൽ BJPയുമായി സന്ധി ചെയ്യുവാനുള്ള നീക്കം നടക്കുന്ന സാഹചര്യത്തിൽ ഇനി ഈ പാർട്ടിയിൽ തുടരുന്നത് ഒരു ആത്മാഭിമാനമുള്ള ഒരു പൊതുപ്രവർത്തകന് കഴിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ ആ പാർട്ടിയോട് വിട പറഞ്ഞത്. തീർച്ചയായിട്ടും ഞങ്ങൾ അതുകൊണ്ട് തന്നെ ആ നിലപാടുകളുമായിട്ടായിരിക്കും ഞങ്ങൾ തുടർ ദിവസങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ശ്രീ ആന്റണി രാജു, എന്തുകൊണ്ടാണ് ഇത്രയും വൈകിച്ചത് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. കാരണം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഫ്രാൻസിസ് ജോർജിന് ദുരനുഭവം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി ഈ മാണി ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ച ഒരു ഘട്ടം വരെ ഉണ്ടായതാണ്. പല ഘട്ടങ്ങളിൽ അതുണ്ടായതാണ്. എന്തുകൊണ്ട് ഇത്രയധികം വൈകിയെത്തി? ഈ MLA-മാരുടെ ഒരു കൂറുമാറ്റ പ്രശ്നത്തിൻ്റെ പേരിൽ അവരും കൂടി ഉണ്ടാകുമെന്ന് കരുതിയാണോ ഈ ഘട്ടം വരെ കാര്യങ്ങൾ കൊണ്ടുപോയത്? ഇപ്പോൾ അവരില്ലാതാനും അതും ഒരു ഘടകമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം തന്നെ ഈ തിക്താനുഭവങ്ങൾ പല പ്രാവശ്യവും ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നൊരു തടസ്സം MLA-മാരുടെ അയോഗ്യരാക്കപ്പെടും എന്നുള്ളൊരു തടസ്സമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരുമിച്ചൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇത്രയും നാൾ സഹിച്ച് ഇതിൽ തുടർന്നത്.
നിങ്ങളിപ്പോൾ ഈ തരത്തിൽ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ജോയ് എബ്രഹാം തന്നെ പറഞ്ഞ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ LDF-ൽ ഉണ്ടായിരുന്നു, പിന്നീട് UDF-ലേക്ക് പോയി, ഇപ്പോൾ വീണ്ടും LDF-ലേക്ക് എന്ന് പറഞ്ഞു വരുമ്പോൾ ഒരുതരം ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് നിങ്ങൾ കളിക്കുന്നു എന്നാണ് ശ്രീ ജോയ് എബ്രഹാം പറഞ്ഞത്. നിങ്ങൾ വളരെ പീഡനം സഹിച്ച് ഒന്നും പുറത്തേക്ക് പറയാതെ ഇത്രയും കാലം തള്ളി നീക്കി എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇന്നൊരു പത്രസമ്മേളനത്തിലൂടെ ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് നിങ്ങൾ കളിക്കുകയാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് കേട്ട എനിക്കും മനസ്സിലായില്ല, കേട്ട ജനങ്ങൾക്കും മനസ്സിലായില്ല. ഞങ്ങൾ എന്ത് ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സാണ് കളിക്കുന്നതെന്ന് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്കൊക്കെ സീറ്റ് മോഹിച്ചാണ് പോകുന്നത്. ഞങ്ങൾക്ക് സീറ്റ് തന്നിട്ട് സീറ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലേ പോകുന്നത്, സീറ്റ് ഉപേക്ഷിച്ചിട്ട് പോകുന്നവരാണ് ഞങ്ങൾ. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഈ ജോയ് എബ്രഹാമിനെ പോലുള്ളവർക്കൊന്നും നട്ടലുണ്ടാവില്ല. ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ UDF-ൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ UDF-ന്റെ ചെയർമാൻ ഉൾപ്പെടെ, അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഇടപെട്ട് കാണേണ്ടതാണല്ലോ. ആ കാര്യത്തിൽ നിങ്ങളെ പലരും സമീപിച്ചു എന്ന് ആന്റണി രാജു തന്നെ പറയുകയും ഉണ്ടായി, സീറ്റ് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതൊക്കെ തലത്തിലാണ് ആ ചർച്ചകൾ വന്നത്? നിങ്ങൾ എന്തൊക്കെ പ്രലോഭിപ്പിച്ചാണ് കൂടെ നിർത്താൻ ശ്രമിച്ചത്? ഞങ്ങളുടെ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ രഹസ്യമല്ലായിരുന്നല്ലോ. PJ ജോസഫ് സാർ ഇന്നലെ പരസ്യമായും പറഞ്ഞതാണല്ലോ, കോതമംഗലം സീറ്റ് ഫ്രാൻസിസ് ജോർജിന് കൊടുക്കാം, ആന്റണി രാജിന് ഉറച്ച സീറ്റുണ്ട്, ഡോക്ടർ KC ജോസഫിന് കുട്ടനാടുണ്ട്. അപ്പോൾ ഇതൊക്കെ രഹസ്യമല്ല, പരസ്യമായി നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ സീറ്റല്ല ഇവിടുത്തെ മുഖ്യ വിഷയം, സീറ്റ് ഉപേക്ഷിച്ച് പോരുന്നവരാണ് ഞങ്ങൾ. ഇപ്പോൾ ഇറങ്ങി വരുന്ന ഘട്ടത്തിലും ഈ കേന്ദ്ര ബഡ്ജറ്റിനെ വിമർശിച്ചത് നമ്മൾ കണ്ടതാണ്, KM മാണി ഉൾപ്പെടെയുള്ളവർ. ഇപ്പോഴും BJP ബന്ധം തുടരുകയാണോ? അല്ല, അങ്ങനെ തുടരുന്നു എന്നുള്ള സംശയം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഒരു മാസക്കാലം ശക്തിപ്പെട്ടത്. കോട്ടയത്ത് അമിത്ഷാ വന്നതിനെക്കുറിച്ചുമായി ബന്ധപ്പെട്ട് ശ്രീ KM മാണി നടത്തിയ പ്രസ്താവനകളും, ഡൽഹിയിൽ ഈ ഫെബ്രുവരി 2 രാത്രി അമിത്ഷായുടെ വീട്ടിൽ പോയി ശ്രീ ജോസ് കെ മാണി കണ്ട് ചർച്ച നടത്തിയതും, അതുപോലെ തന്നെ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ BJPക്ക് പരസ്യമായ പിന്തുണ കേരള കോൺഗ്രസ് പാർട്ടി കൊടുത്തതും ഒക്കെ തന്നെ അതിൻ്റെ സൂചനകളാണ്. അവിടേക്കാണ് കേരള കോൺഗ്രസ് പാർട്ടി പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ശ്രീ ജോസ് കെ മാണി കേന്ദ്രമന്ത്രി ആയിക്കൊണ്ട് ഈ പാർട്ടിയെ BJP മുന്നണിയിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതകളും വഴി തെളിഞ്ഞിരിക്കുക. ശ്രീ ആന്റണി രാജു, ഈ മുൻപ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അങ്ങേക്ക് തന്നെ അറിയാം, എനിക്കും വ്യക്തിപരമായി അറിയാവുന്ന ഒരു കാര്യമാണ്, പല ചർച്ചകളിലും പാർട്ടിയെ പ്രതിരോധിക്കാനായി ഞാൻ അങ്ങയെ വിളിക്കുമ്പോൾ പലപ്പോഴും ഒഴിഞ്ഞു മാറാറുണ്ട്. ഇന്നത്തെ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്നില്ല, ഞങ്ങളുടെ മനസാക്ഷിയെ വഞ്ചിച്ച് പലതും പറയേണ്ടി വരും, അതുകൊണ്ട് ഞങ്ങൾ വരില്ല എന്നൊക്കെ അങ്ങ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ ചർച്ചകൾ ഒഴിവാക്കി ചില ഘട്ടങ്ങളിൽ പ്രതിരോധിച്ച് ഒക്കെയാണ് ഈ ദിവസം വരെ വന്നെത്തിയത്. പക്ഷേ ഇതൊക്കെ ജനങ്ങൾ കണക്കിലെടുക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, എനിക്ക് മനസ്സിലായി. ഞാനങ്ങനെ ഒരു ചർച്ചയിലും അങ്ങനെ ഒഴിവായതായി എനിക്കറിയില്ല. അങ്ങനെ ലാല് പറയുന്നത് ശരിയല്ല. അങ്ങനെ എനിക്ക് കഴിയുന്ന ചർച്ചകളെല്ലാം ഞാൻ പങ്കെടുക്കാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ ഫ്രീ അല്ലല്ലോ, എല്ലാ ദിവസവും ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ പാർട്ടിയിൽ നിൽക്കുമ്പോൾ 100% ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും ആത്മാർത്ഥതയോടുമാണ് പാർട്ടിക്ക് വേണ്ടി പടപൊരുതിയത്. അത് എൻ്റെ കടമയാണ്, അതെൻ്റെ ഔദാര്യമല്ല, എൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ അങ്ങനെ വ്യക്തിപരമായി പറഞ്ഞതല്ല. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ പൊതുവെ ഈ ചില ചർച്ചകൾ വരുമ്പോൾ അവർ പൊതുവെ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് കാണാം. അവർ അന്നത്തെ ദിവസങ്ങളിൽ മാധ്യമങ്ങളെ കാണാതിരിക്കുന്ന ഒരു പൊതു സമീപനം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാതെ ശ്രീ ആന്റണി രാജു വ്യക്തിപരമായി ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു എന്നല്ല. അങ്ങനെ ഒരു കാര്യം വന്നത് ജോസഫ് ഗ്രൂപ്പിന് ഒരു പ്രത്യേക ഐഡന്റിറ്റി മറ്റുള്ളവരുടെ മുമ്പിൽ ഉണ്ടാക്കുന്നതിനും ഇടയാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ കാണുന്നുണ്ടോ? അതാണോ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് വരാൻ കാരണം? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു സമീപനമായിരുന്നെങ്കിൽ ശ്രീ KM മാണിക്ക് ഉയർന്നു വന്ന ബാർക്കോഴ വിവാദത്തിലാണല്ലോ ഞങ്ങൾ മാറി നിൽക്കേണ്ടിയിരുന്നത്. ഏറ്റവും ക്രൂഷ്യലായ വിഷയത്തിൽ ശ്രീ മാണിക്കെതിരെ കേരള കോൺഗ്രസ് പാർട്ടി ഏറ്റവും പ്രതിസന്ധി നേരിട്ട കാലഘട്ടത്തിൽ ശ്രീ KM മാണി ഏറ്റവും ആരോപണ വിധേയമായ ഏറ്റവും പ്രതിസന്ധിയിൽ അദ്ദേഹത്തോടൊപ്പം പരസ്യമായി ഞങ്ങൾ ശക്തമായ നിലപാടെടുത്ത് ഞങ്ങൾ മാത്രമാണ്. അന്ന് ഈ ജോയ് എബ്രഹാമിനെ പോലും ഞങ്ങൾ കണ്ടില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട് പോലും എന്തായിരുന്നുള്ള സംശയിച്ചവരുണ്ട്. അദ്ദേഹം എവിടെയായിരുന്നു അന്നൊക്കെ? അദ്ദേഹം ആ കോഴ ആരോപണത്തിനെ ശരിവയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടല്ലേ മാറി നിന്നത്. അപ്പോൾ ഈ പുത്രവാത്സല്യവും ഈ അഴിമതിക്ക് അനുകൂലിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ, വർഗീയതയും മാറ്റി നിർത്തി അവർ തെറ്റുതിരുത്തി തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ പോകാൻ തയ്യാറാണെന്നാണോ പറഞ്ഞു വരുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം അത് തെറ്റുതിരുത്താൻ കഴിയുന്ന വിധത്തിലല്ല അവിടുത്തെ സംവിധാനം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടൊരു മടങ്ങിപ്പോക്കിനെ കുറിച്ച് ചിന്തിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല. വളരെ നന്ദി ശ്രീ ആന്റണി രാജു, ഇത്രയും നേരം ന്യൂസ് ആൻഡ് വ്യൂസിൽ പ്രതികരിച്ചതിന്. ഇനി കനയ്യകുമാർ ജയിൽ മോചിതനായിരിക്കുന്നു, ആ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്.
ദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെട്ട JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കനയ്യകുമാർ ജയിൽ മോചിതനായി. 28 ദിവസത്തെ തടവിന് ശേഷമാണ് കനയ്യകുമാർ ജയിൽ മോചിതനായത്. തിഹാർ ജയിലിൽ നിന്ന് വൈകിട്ടോടെയാണ് കനയ്യയെ വിട്ടയച്ചത്. കനയ്യകുമാറിന് ഇന്നലെയാണ് ദില്ലി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ഉപാധികളോടെ 6 മാസത്തേക്കാണ് ജാമ്യം. ജവഹർലാൽ നെഹ്റു സർവകലാശാല ക്യാമ്പസിൽ കനയ്യയ്ക്ക് വൻ സ്വീകരണമാണ് വിദ്യാർത്ഥികൾ ഒരുക്കിയിരിക്കുന്നത്. ഈ വിഷയം ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJP നേതാവ് ശ്രീ VV രാജേഷ്, ശ്രീ MB രാജേഷ് MP എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ VV രാജേഷ്, രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടയ്ക്കപ്പെട്ട കനയ്യകുമാർ ദിവസങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനാകുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ദിവസങ്ങൾക്ക് ശേഷമല്ല, ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. അത് ബെയിൽ ഓർഡർ കയ്യിൽ കിട്ടിയപ്പോഴേക്കും രാത്രിയായി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല. കോടതിയെല്ലാം പിന്നെ അവധിയായി കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം ജാമ്യത്തിലിറങ്ങി. സ്വാഭാവിക നടപടികളുടെ ഭാഗമാണിത്. ഈ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ ജയിലിലടച്ച് വലിയ രാജ്യദ്രോഹിയാണ് ഇദ്ദേഹം എന്നുള്ളത് പാർലമെന്റിലൊക്കെ നിങ്ങൾ വലിയ ഡോക്യുമെന്റുകളൊക്കെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ പുറത്തിറക്കി വിടാൻ പറ്റുന്നതാണോ? ഇങ്ങനെ അത്രമാത്രം ബലമുള്ള തെളിവുകളാണോ നിങ്ങൾ കോടതിയിൽ ഹാജരാക്കിയത്? അല്ല, കോടതിയിൽ തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടില്ലല്ലോ, അതിൻ്റെ സ്റ്റേജ് ആയില്ലല്ലോ. ഇപ്പോൾ FIR കൊടുത്തിട്ടുള്ളൂ. അത് കോടതി 20 ദിവസത്തെ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി കഴിഞ്ഞപ്പോഴേക്കും കോടതിക്ക് ബോധ്യമായിട്ടുണ്ട് ഇത്രയും ദിവസത്തെ കസ്റ്റഡി മതി അക്കാര്യങ്ങൾക്ക്. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുവാനും തെളിവ് ശേഖരിക്കുവാനും പോലീസിന് ഇത്രയും കസ്റ്റഡി ടൈം മതിയെന്ന് കോടതിക്ക് ബോധ്യമായതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. അത് നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. VV രാജേഷ്, രാജ്യസ്നേഹികളായ വലിയ ആളുകളാണ് നിങ്ങളെപ്പോലുള്ളവരൊക്കെ. ഇത്രയും രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളിനെ ഇങ്ങനെയൊക്കെ തെളിവുകളൊക്കെ എടുത്തിട്ട് വീണ്ടും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്ന രീതിയിലാണോ നമ്മുടെ നിയമ സംവിധാനമൊക്കെ ഉള്ളത്? അല്ലല്ല, അതൊക്കെ സിസ്റ്റത്തിൻ്റെ ഭാഗമല്ല. തീരുമാനിക്കേണ്ടത് കോടതിയാണല്ലോ. എത്ര ദിവസം കിടത്തണം, അതൊന്നും രാഷ്ട്രീയ പാർട്ടികൾക്കോ ഗവൺമെൻറ്റിനൊന്നും യാതൊരു റോളുമില്ല. ഗവൺമെൻറ്റിൻ്റെ ജോലി, അതായത് അന്വേഷണ സംവിധാനത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ഒരു തെറ്റ് നടന്നതായിട്ട് അറിഞ്ഞാൽ അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതി മുമ്പാകെ ഹാജരാക്കുക. അതിനുശേഷം അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ കിട്ടിയ തെളിവുകൾ കോടതി മുമ്പാകെ ഹാജരാക്കുക. കോടതി അത് കോടതിയുടെ ഡിസ്ക്രിഷണറി പവറാണ്. പക്ഷേ ലാൽ ഒരു കാര്യം ശ്രദ്ധിച്ചാണ്, ഒരു 54-55 പേജ് വരുന്ന ഹൈക്കോടതി ജഡ്ജിയുടെ വിധിന്യായം ലാൽ വായിച്ച 57 പേജാണ് അതിലുള്ളത്. വായിച്ചു കാണുമല്ലോ രാജ്യം. അതിലൊരു 46-ാമത്തെ പാരഗ്രാഫുണ്ട്. ഞാനതിൻ്റെ ഒരു വായിക്കുന്നില്ല. 48 നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന്, പ്രത്യേകിച്ചും നമ്മുടെ ഏതെങ്കിലും ഒരു അവയവത്തിന്, കാലിന്, ലിംബിനെന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, ഒരു ഇൻഫെക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ ആദ്യം ആൻറ്റിബയോട്ടിക്, ഓറൽ ട്രീറ്റ്മെൻറ്റ് നടത്തും, ആൻറ്റിബയോട്ടിക് കൊടുക്കും. അത് കഴിഞ്ഞാൽ സർജറി വേണ്ടി വരും. അതും കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് ഹൈലി നെസസറി ആംപ്യൂട്ടേഷൻ വേണ്ടി വരും. അതായത് ബാക്കിയെല്ലാം പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ജഡ്ജ് എത്രമാത്രം വ്യാപ്തിയിലാണ് അത് എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാവുള്ളൂ. MB രാജേഷ് കൃത്യമായിട്ട് അത് അസസ് ചെയ്തതാണ്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിൻ്റെ ഇന്നലെയൊക്കെ രാത്രി ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോഴേക്കും ഈ ജഡ്ജ്മെൻറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ലായിരുന്നു. ജഡ്ജ്മെൻറ്റ് കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഈ ജഡ്ജ്മെൻറ്റ്